പ്രിയമുള്ളവരെ, വചനജ്വാല 1721 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 18 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 18-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. പ്രവാസത്തിന്റെ പ്രതീകം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ധിക്കാരികളുടെ ഭവനത്തിലാണ് നീ വസിക്കുന്നത്. അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല. എന്തെന്നാൽ അവർ ധിക്കാരികളുടെ ഭവനമാണ്. മനുഷ്യപുത്ര, പ്രവാസത്തിന് വേണ്ടി ഭാണ്ഡം തയ്യാറാക്കി പകൽ സമയം അവർ കാണെ തന്നെ പുറപ്പെടുക. പ്രവാസിയെ പോലെ സ്വന്തം സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അവർ നോക്കി നിൽക്കെ തന്നെ നീ പോകണം. ധിക്കാരികളുടെ ഭവനമാണെങ്കിലും ഒരുപക്ഷെ അവർ കാര്യം മനസ്സിലാക്കിയേക്കും. നിന്റെ ഭാണ്ഡം പ്രവാസത്തിനുള്ള ഭാണ്ഡം എന്ന പോലെ പകൽ സമയം അവർ കാണെ നീ പുറത്തേക്ക് കൊണ്ടുവരണം. പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ സായങ്കാലത്ത് അവർ നോക്കി നിൽക്കെ പുറപ്പെടണം. അവർ കാണെ ഭിത്തിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ കടന്നു പോകണം. അവർ നോക്കി നിൽക്കെ തന്നെ നീ ഭാണ്ഡം തോളിലേറ്റി ഇരുട്ടത്ത് പുറത്തു കടക്കുക. നിലം കാണാതിരിക്കാൻ നീ മുഖം മൂടിയിരിക്കണം. എന്തെന്നാൽ നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിന് ഒരു അടയാളമാക്കിയിരിക്കുന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. പ്രവാസത്തിനുള്ള ഭാണ്ഡമെന്ന പോലെ എന്റെ ഭാണ്ഡം പകൽ സമയത്ത് ഞാൻ പുറത്തു കൊണ്ടുവന്നു. സായങ്കാലത്ത് എന്റെ കൈ കൊണ്ട് തന്നെ ഭിത്തി തുറന്ന് ഭാണ്ഡം തോളിലേറ്റി അവർ കാണെ തന്നെ ഇരുട്ടത്ത് ഞാൻ പുറപ്പെട്ടു. പ്രഭാതത്തിൽ കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം, ധിക്കാരികളുടെ ആ ഭവനം, നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ? നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ അരുളപ്പാട് ജെറൂസലേമിനെ രാജാവിനെയും അവിടെയുള്ള ഇസ്രായേൽ ഭവനം മുഴുവനെയും കുറിച്ചുള്ളതാണ്. നീ അവർക്കൊരടയാളമാണ്. നീ ചെയ്തതുപോലെ അവർക്കും സംഭവിക്കും. പ്രവാസത്തിനും അടിമത്തത്തിനും അവർ വിധേയരാകും എന്ന് അവരോട് പറയുക. അവരുടെ രാജാവ് ഭാണ്ഡം തോളിലേറ്റി ഇരുട്ടത്ത് പുറപ്പെടും. അവൻ ഭിത്തി തുറന്നതിലൂടെ കടന്നു പോകും. നിലം കാണാതിരിക്കാൻ അവൻ മുഖം മറച്ചിരിക്കും. എന്റെ വല ഞാൻ അവന്റെ മേൽ വീശും. അവൻ എന്റെ കെണിയിൽപ്പെടും. കൽദായരുടെ ദേശമായ ബാബിലോണിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും. അവനത് കാണുകയില്ല. അവിടെ വെച്ച് അവൻ മരിക്കും. അവന് ചുറ്റുമുള്ളവരെയെല്ലാം, അവന്റെ സഹായകരെയും സൈന്യത്തെയും 4 ദിക്കിലേക്കും ഞാൻ ചിതറിക്കും. ഊരിയ വാളുമായി ഞാൻ അവരെ പിന്തുടരും. ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അവരെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും. തങ്ങൾ എത്തിച്ചേരുന്നിടത്തെ ജനങ്ങളുടെ ഇടയിൽ സ്വന്തം മ്ലേച്ഛതകൾ ഏറ്റുപറയാൻ വേണ്ടി വാളിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അവരിൽ കുറച്ചുപേർ രക്ഷപ്പെടാൻ ഞാൻ ഇടയാക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. കർത്താവ് എന്നോട് അരുളി ചെയ്തു,
മനുഷ്യപുത്ര, വിറയലോടെ അപ്പം ഭക്ഷിക്കുകയും ഭയത്തോടും ഉത്കണ്ഠയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക. ആ ദേശത്ത് വസിക്കുന്നവരോട് പറയുക, ഇസ്രായേലിൽ ജെറൂസലേമിൽ പാർക്കുന്നവരെ പറ്റി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവർ വിറയലോടെ അപ്പം ഭക്ഷിക്കും, സംഭ്രമത്തോടെ വെള്ളം കുടിക്കും. എന്തെന്നാൽ അവിടെ വസിക്കുന്നവരുടെ അക്രമം നിമിത്തം അവരുടെ നാട്ടിൽ നിന്ന് എല്ലാം അപഹരിക്കപ്പെടും. ജനനിബിഡമായ നഗരങ്ങൾ ശൂന്യമാക്കപ്പെടും. ദേശം നിർജ്ജനമായി തീരും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ 1-ാം യോഹന്നാൻ മാർപ്പാപ്പയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഒരു മാർപ്പാപ്പയാണ് വിശുദ്ധ 1-ാം യോഹന്നാൻ മാർപ്പാപ്പ. റോമൻ പുരോഹിതനായി സേവനം ആരംഭിച്ച് ആർച്ച് ഡീക്കനും മാർപ്പാപ്പയുമായി. രാജാവായ തെയോഡോറിക് ആര്യൻ പാഷണ്ഡികളോട് അനുകമ്പാപൂർവം പെരുമാറണമെന്ന് നിർബന്ധിച്ച് മാർപ്പാപ്പയെ ജയിലിലടച്ചു. ക്രൂരമായ പെരുമാറ്റം മൂലം ജയിലിൽ വെച്ച് മാർപ്പാപ്പ നിര്യാതനായി. ആവലാതി കൂടാതെ സഹിച്ച വിശുദ്ധനായ വിശുദ്ധ ജോൺ 1-ാമൻ മാർപ്പാപ്പയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.